സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മളിന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് എല്ലാമാണ്. നമ്മളിപ്പോൾ ഇത് ഫോർത്ത് പാർട്ടായി വെച്ചാൽ ഫോർത്ത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് തൊട്ട് തേർഡ് പാർട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ മൊഡ്യൂൾസും ഒന്നിച്ചാക്കിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പാർട്സും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണിക്കുന്ന PDF വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ച നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ PDF പ്രൊവൈഡ് ചെയ്യുന്ന 5 മൊഡ്യൂളിൻ്റെ നോട്ട്സും കൂടി ഒന്നിച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് 100 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് മേടിക്കാവുന്നതാണ്. നമുക്ക് ടൈം കളയാണ്ട് വേഗം തന്നെ പാർട്ട് 4 ടോപ്പിക്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് IRDA? IRDAയുടെ സ്കോപ്പും ഒബ്ജക്റ്റീവ്സും എന്തെല്ലാമാണെന്നാണ് ക്വസ്റ്റ്യൻ. തന്നെ എന്താണ് സ്കോപ്പിൽ നോക്കാം. IRDA ഈസ് ഓതറൈസ്ഡ് ടു രജിസ്റ്റർ ന്യൂ ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പുതിയ ഇൻഷുറൻസ് കമ്പനി എല്ലാം രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു അതോറിറ്റി ഉള്ളത് ആർക്കാണ്? IRDAക്കാണ്. ദ ലിസ്റ്റ് ഓഫ് ന്യൂ ഇൻഷുറൻസ് കമ്പനീസ് ഓൾസോ ഇൻക്ലൂഡ് ദ കൊളാബറേഷൻ ഓഫ് ദ റിയോൺഡ് ഇൻഷുറൻസ് കമ്പനി ഓവർസീ വിത്ത് ദ എക്സിസ്റ്റിംഗ് ഇന്ത്യൻ കമ്പനി. അപ്പോൾ ഈ ന്യൂ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുമ്പോൾ അതിൽ എന്തും കൂടി ഉണ്ട്? നമ്മുടെ ഈ ഇന്ത്യയുടെ പുറത്തുള്ള കമ്പനികളിൽ പുറത്തുള്ള രാജ്യത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യൻ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യയിൽ വരികയാണെങ്കിലും ആ കമ്പനി നമ്മൾ ന്യൂ ഇൻഷുറൻസ് കമ്പനി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം രജിസ്റ്റർ ആക്കുന്നതും ഈ IRDAയുടെ കീഴിൽ തന്നെയാണ്. The insurance company in India are required to approach the IRDA for the purpose of renewal of insurance registration. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യണം? അവർ രജിസ്ട്രേഷൻ പുതുക്കണം, റിന്യൂവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും IRDAയുടെ IRDAയുടെ അടുത്തേക്ക് തന്നെ വരണം. IRDA ഓൾസോ ഹാസ് ദ അതോറിറ്റി ടു വിഡ്രോ രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി ആൻഡ് ഈവൻ ക്യാൻസൽ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. അപ്പോൾ എന്താണ്? ഏതെങ്കിലും കമ്പനിക്ക് രജിസ്ട്രേഷൻ കൊടുക്കാണ്ടിരിക്കാനും അല്ലെങ്കിൽ നിലവിൽ രജിസ്ട്രേഷനുള്ള കമ്പനിനെ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് വരെ ആർക്കുണ്ട്? IRDAക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് IRDA മേജർ സ്കോപ്പ് അല്ലെങ്കിൽ ഏരിയ കവേർഡ് ബൈ IRDA. ഇനി എന്തൊക്കെയാണ് IRDAയുടെ ഒബ്ജക്റ്റീവ്സ്? ഒന്നാമത്തത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ആൻഡ് റൈറ്റ് ഓഫ് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റും റൈറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത് ടു പ്രൊമോട്ട് ആൻഡ് എൻഷ്യൂർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത് അത് എൻഷ്യൂർ ചെയ്യാം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ടു അലോ ദ എൻട്രി ഓഫ് പ്രൈവറ്റ് ഇൻഷുറർ ഇൻ ദ ഇൻഷുറൻസ് സെക്ടർ. അപ്പോൾ ഇൻഷുറൻസ് സെക്ടറിലേക്ക് പബ്ലിക് മാത്രമല്ല അവിടെ എന്ത് വേണം? പ്രൈവറ്റ് കമ്പനികളും വരണം. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ഒന്നുകൂടിയും സ്ട്രോങ് ആക്കുക, അതിൻ്റെ കൂടുതൽ എൻട്രി ഗ്രോത്ത് ചെയ്യുക. അതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ടു എലിമിനേറ്റ് ഡിസോണസ്റ്റ് ആൻഡ് അൺഹെൽത്തി കോമ്പറ്റീഷൻ. ഇൻഷുറൻസ് കമ്പനി തമ്മിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ ഒഴിവാക്കാം. ടു പ്രൊമോട്ട് ക്ലീൻ ആൻഡ് ഓർഡർലി കണ്ടക്ട് ഓഫ് ഇൻഷുറൻസ് ബിസിനസ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ബിസിനസ് വളരെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടും ഓർഡറായിട്ട് നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. ഇത്രയാണ് IRDAയുടെ സ്കോപ്പും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും. ക്ലിയർ ആയോ? ഈ നെക്സ്റ്റ് ആണ്, എന്തൊക്കെ അഡ്വാൻറ്റേജുകളാണ് നമുക്ക് ഇൻഷുറൻസ് കൊണ്ട് സൊസൈറ്റിക്കുള്ളത്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഷുറൻസ് ടു സൊസൈറ്റി? എന്തൊക്കെ അഡ്വാൻറ്റേജുകളുള്ളത്? ഒന്നാമത്തത് ഇറ്റ് ഇൻവോൾവ് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഷുറൻസ് കമ്പനി. അല്ലേ, നമ്മുടെ ഇൻഡിവിജ്വൽ റിസ്ക് നമ്മൾ ആർക്ക് കൊടുക്കുകയാണ്? ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. രണ്ടാമത് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ലോസ്. നമ്മുടെ കട കത്തിപ്പോവുകയോ അല്ലെങ്കിൽ എന്ത് പറ്റുകയോ, കടയായിക്കോട്ടെ വണ്ടി ഇടിക്കുകയോ എന്തായിക്കോട്ടെ, അവിടെ നമുക്ക് ഉണ്ടാവുന്ന ലോസ് എന്താണ്? ഇൻഷുറൻസ് കമ്പനി നമുക്ക് റീഇംബേഴ്സ് ചെയ്തതാണ്, നമുക്ക് അതിനുള്ള ഫണ്ട് നമുക്ക് തരാണ്. റിഡക്ഷൻ ഇൻ ടെൻഷൻ ആൻഡ് ഫിയർ. നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആ ഒരു ടെൻഷനും ഫിയറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇൻഷുറൻസ് ഇൻഡസ്ട്രി പ്രൊവൈഡ് ജോബ് ടു മില്യൺ ഓഫ് പീപ്പിൾ. അല്ലേ, കുറേ മില്യൺ ഓഫ് പീപ്പിൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്ത് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഷുറൻസ് ടു ദ സൊസൈറ്റി. അടുത്ത് എന്താണ് ഇൻഷുറൻസ്? ഇൻഷുറൻസ്? ഇൻഷുറൻസ് ഈസ് ദ പൂളിംഗ് ഓഫ് ലോസസ് ബൈ ട്രാൻസ്ഫർ സച്ച് റിസ്ക് ടു ഇൻഷുറർ who agree to identify the insured for such losses to provide other benefit on their occurrence or render service. അപ്പോൾ ഇൻഷുറൻസ് വെച്ച് എന്താണ്? എല്ലാ ലോസുകളും ഒന്നിച്ച് കൊണ്ടുവരാം, എന്നിട്ട് ഈ പറയുന്ന റിസ്കിനെല്ലാം തന്നെ ഇൻഷുററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
എന്തോരം ലോസ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതിനുള്ള ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ള സർവീസുകളൊക്കെ റെൻഡർ ചെയ്യുക, അതാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്? എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഉള്ളത്? ഒന്നാമത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിമിനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ലോസ് മിനിമൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൽ വരുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈനാമിക് റിസ്ക് ആൻഡ് സ്റ്റാറ്റിക് റിസ്ക്. എന്താണ് ഡൈനാമിക് റിസ്ക്? ഡൈനാമിക് റിസ്ക് എന്ന് പറയുന്നത് സ്പെക്യുലേറ്റീവ് റിസ്ക് ആണ്. സ്റ്റാറ്റിക് റിസ്ക് പ്യുവർ റിസ്ക് ആണ്. ഡൈനാമിക് റിസ്ക് ലോസ് കനോട്ട് ബി പ്രെഡിക്റ്റഡ്, നമുക്ക് ലോസ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്റ്റാറ്റിക് റിസ്കിലാണെങ്കിൽ നമുക്ക് ലോസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡൈനാമിക് റിസ്ക് ഒക്കർ ഫ്രം ദ ചേഞ്ച് ഇൻ എക്കണോമിക് കണ്ടീഷൻ, നമ്മുടെ എക്കണോമിക് കണ്ടീഷനിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് ഡൈനാമിക് റിസ്ക് കൂടുതൽ ഉണ്ടാവുക. ഒക്കർ ഈവൻ ഇഫ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ എക്കണോമിക് കണ്ടീഷൻ, അങ്ങനെ എക്കണോമിക് കണ്ടീഷൻ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ തന്നെ സ്റ്റാറ്റിക് റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. യൂഷ്വലി അഫക്റ്റ് മോർ ഇൻഡിവിജ്വൽ ആൻഡ് ഹാവ് എ വൈഡർ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി. ഈ പറയുന്ന ഡൈനാമിക് റിസ്ക് കുറേ പേർ അഫക്റ്റ് ചെയ്യാനും ഒരു വലിയൊരു ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. എന്നാൽ സ്റ്റാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ 1-2 പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സൊസൈറ്റിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവേണ്ടി ചാൻസ് ഇല്ല. ബെനിഫിഷ്യൽ ടു സൊസൈറ്റി, ഡൈനാമിക് റിസ്ക് വരുന്നത് സൊസൈറ്റിക്ക് ബെനിഫിഷ്യലാണ്, ഗുണമാണ്. എന്നാൽ സ്റ്റാറ്റിക് റിസ്ക് എപ്പോഴും ഹാംഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈനാമിക് റിസ്ക് ആൻഡ് സ്റ്റാറ്റിക് റിസ്ക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 4th മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ്. ഇതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്പറിൽ നേരത്തെ ഫസ്റ്റ് കാണിച്ച നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. 100 രൂപയാണ് നോട്ട്സിന് വരുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.